വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് നമുക്കൊരു എഡീഷനെ വിളിക്കാനായിട്ട് സാധിക്കും. സോ അത് എന്താണെന്നുള്ളത് ഈ മൊമെൻ്റാണ്. ഏതൊരു ഇന്ത്യക്കാർക്കും അത് കാണുന്ന സമയത്ത് ഒരു പ്രൗഡ് മൊമെൻ്റാണ് വരുന്നത്. ആ ഒരു TV ആയിരുന്നു. ആ ഒരു ഇന്ത്യൻ കൾച്ചറിനെ ഫുള്ളി ചേഞ്ച് ചെയ്ത ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും 2.2 ലിറ്റർ ഡീസൽ ടർബോ എഞ്ചിനും ഈ ഒരു താർ 2010 മഹീന്ദ്ര ലോഞ്ച് ചെയ്ത ഒരു SUV ആയിരുന്നു. ആ ഒരു ഇന്ത്യൻ കൾച്ചറിനെ ഫുള്ളി ചേഞ്ച് ചെയ്ത ഒരു SUV. ശരിക്കും ഓഫ് റോഡ് നല്ല ചലഞ്ച് മനസ്സിൽ എല്ലാവർക്കും കയറി പറ്റിയ ഒരു മോഡലായിരുന്നു മഹീന്ദ്ര 2010 ലോഞ്ച് ചെയ്തത്. സോ അതിനുശേഷം 2020 ലൈഫ് സ്റ്റൈൽ SUV മാറിയ ഒരു വെഹിക്കിളാണ് എൻ്റെ കൂടെയുള്ളത്. ഒരുപാടധികം റോഡിൽ കാണുന്ന ഒരു SUV ആയിരുന്നു ആ ഒരു വെഹിക്കിൾ. സോ അതിൻ്റെ പേരാണ് മഹീന്ദ്ര താർ. സോ ഇന്നെൻ്റെ കൂടെ ഉള്ളത് മഹീന്ദ്ര താർ സ്റ്റാർ എഡീഷൻ ആണ്. ശരിക്കും മഹീന്ദ്ര താറിൻ്റെ ലൈനപ്പിൽ റോക്സിൽ ഏറ്റവും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റാണ്. ശരിക്കും നിങ്ങൾ എടുക്കാൻ പറ്റിയൊരു വേരിയൻ്റാണ് താർ സ്റ്റാർ എഡീഷൻ. സോ എന്തൊക്കെ ചേഞ്ച് ആണ് താർ സ്റ്റാർ എഡീഷനും നോർമൽ താർ റോക്സിലും വരുന്നത് ജസ്റ്റ് നോക്കിയിട്ട് തരാം. സോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലെറ്റ്സ് ഗോ ദ ഫുൾ വീഡിയോ ഓഫ് മഹീന്ദ്ര താർ റോക്സ് സ്റ്റാർ എഡീഷൻ. ഫൈനലി ഇതാണ് മഹീന്ദ്ര താർ റോക്സ് സ്റ്റാർ എഡീഷൻ. ശരിക്കും മഹീന്ദ്ര താർ റോക്സിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ മാത്രമാണ് ഈ ഒരു സ്റ്റാർ എഡീഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് നമുക്കൊരു എഡീഷനെ വിളിക്കാനായിട്ട് സാധിക്കും. സോ അത് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഒരു വാല്യൂ ഫോർ മണി എന്ന് വിളിക്കുന്നത്. സോ മൂവ് ദ ഫ്രണ്ട് പ്രൊഫൈൽ. ഈ ഒരു ഗ്രിൽ യൂണിറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷ് മാത്രമായിരിക്കും ഈ ഒരു താർ റോക്സ് സ്റ്റാർ എഡീഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഏത് കളർ എടുത്താലും ഈ ഒരു കളറിൽ മാത്രമായിരിക്കും ഗ്രിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ ഗ്രിൽ യൂണിറ്റ് ഒരു 6 സ്ലാട്ട് ഗ്രില്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 360 ക്യാമറ ഫ്രണ്ടിൽ വരുന്നുണ്ട്. മഹീന്ദ്ര ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചഡ് ബാഡ്ജിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. C ഷേപ്പിൻ്റെ DRL യൂണിറ്റ്, പ്രൊജക്റ്റഡ് LED ലാമ്പ്, ഇവിടെയും DRL യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും. സോ നേരത്തെ ബമ്പർ ഡോൾട്ടൺ ബമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സും ഫോഗ്രാം യൂണിറ്റും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. സ്റ്റാർ എഡിഷനിൽ വന്ന മെയിൻ ചേഞ്ച് ആണ് അഡാസ് ഫീച്ചേഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഇല്ല. നിങ്ങൾക്ക് അഡാസ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ റോക്സ് എടുക്കണം. നിങ്ങൾക്ക് അഡാസ് വേണ്ട, ബാക്കിയുള്ള ഫീച്ചേഴ്സ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർ എഡിഷൻ ചൂസ് ചെയ്യാൻ സാധിക്കും. സോ താറിന് ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹുഡ് ഓപ്പണറും ഈ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പ്ലസ് പോയിന്റ്, ലെറ്റ്സ് മൂവ് ദ സൈഡ് പ്രൊഫൈൽ. 19 ഇഞ്ച് വീൽസാണ് ഇതിൽ വന്നിട്ടുള്ളത്. നോർമൽ താർ റോക്സിൽ 18 ഇഞ്ച്, സ്റ്റാർ എഡിഷനിൽ 19 ഇഞ്ച് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും ബ്ലാക്ക് വീൽസാണ് നമുക്ക് ലഭിക്കുന്നത്. 5 സ്പോക്ക് വീലാണ് വന്നുള്ളത്. 4 വീൽ ഡിസ്ക് ബ്രേക്ക്, 5 സ്പോക്ക് അലോ വീലിൻ്റെ വീൽ സ്പോക്ക് കാണാനായിട്ട് സാധിക്കും. മഹീന്ദ്ര ലോഗോ കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ്, താർ റോക്സിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സ്, താഴെ ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ സൈഡ് വ്യൂ ക്യാമറ വിഷ്വൽസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. താറിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് കാണാൻ സാധിക്കും. ഇതും സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ബേസ് മോഡൽ മുതലേ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് നമുക്ക് വരുന്നുണ്ട്. ആറ് എഡീഷൻ്റെ സൈഡിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ട്. ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ്, ഓൾ വീല് ഡിസ്ക് ബ്രേക്കാണ് ഒരു വെഹിക്കിൾ വരുന്നത്. സോ നമുക്കിവിടെ കുറച്ച് ബാഡ്ജിങ്ങും ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താർ റോക്സ് ഇതാ ഒരു ഓഫ് റോഡ് കയറി പോകുന്നു. താഴെ ക്യാമലും കൊടുത്തിട്ടുണ്ട് ഒരു ബാഡ്ജിങ്. ശരിക്കും മഹീന്ദ്രയുടെ ഒരുപാട് വെഹിക്കിളിൽ നമുക്കൊരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 3 ഡോറിലും ഒരു എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് മൂവ് ദ റിയർ പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ. ഒരു ബോക്സി ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടെയിലാമ്പ് യൂണിറ്റ് ഒരു C ഷേപ്പിലാണ് ടെയിലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് LED ലാംപ്സാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലാമ്പ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. താഴെ റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. റിയർ സ്പെയർ വീലാണ് ഒരു ക്യാമറ മൗണ്ട് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നേരെ താഴെ ബമ്പർ ഡുവൽ ടോൺ ബമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. സോ ബൂട്ട് സ്പേസ്, ഡിഫോഗ് ലൈൻസ്, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, റിയർ വൈപ്പേഴ്സും ഈ ഒരു ഗ്ലാസ് പോർഷനിൽ കാണാനായിട്ട് സാധിക്കും. സോ നേരെ ഒരു ഓപ്പൺ ആക്കാം ഈ ഒരു ഗ്ലാസ് പോർഷൻ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി. 60 ഫ്ലോട്ടി സ്പ്ലിറ്റഡ് സീറ്റാണ് ഇതിന് റിയറിൽ വന്നുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വാട്ട് ചാർജിങ് സോക്കറ്റ്, ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു പിക്നിക് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെഫ്രിജറേറ്ററോ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 വാട്ട് ചാർജിങ് സോക്കറ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാർമൺ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു താർ റോക്സിന് വന്നുള്ളത്. സോ നേരാണ്ട് ക്ലോസ് ചെയ്തേക്കാം. ഇവിടെയും നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താർ റോക്സ് ഇങ്ങനെ ഓഫ് റോഡിലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു എലമെൻറ്റ്സ് അവിടെയും കൊടുത്തിട്ടുണ്ട്. സോ നേരെ ഇതും ക്ലോസ് ചെയ്യാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. ശരിക്കും നിങ്ങൾക്കൊരു വാല്യൂ ഫോർ മണിയാണ് ശരിക്കും ഈ ഒരു താർ റോക്സിൻ്റെ സ്റ്റാർ എഡീഷൻ വരുന്നത്.
സോ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളതിൻ്റെ ഇൻറ്റീരിയറാണ്. സോ അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കി നോക്കാം. സോ ഇൻറ്റീരിയറിൽ വന്ന മെയിൻ ചേഞ്ചാണ് ഈ ഒരു സീറ്റ് മാനുവലി കൺട്രോൾ ചെയ്യുന്ന സീറ്റ്സൊക്കെ കൊടുത്തുള്ളൂ. സോ നോർമൽ താർ റോക്സ് ടോപ്പ് ആൻഡ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ 6-way സീറ്റ്സാണ് ലഭിക്കുന്നത്. സോ ഇതിൽ മാനുവലി കൺട്രോൾ ചെയ്യണേ. പിന്നെ ലെതർ സീറ്റ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. പ്ലസ് പോയിൻറ്റ്. സോ ഡോർ പാഡ് പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്കും വിൻഡോ ലോക്ക് ബട്ടണും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ലോക്ക് അൺലോക്കാണ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത്. ഹർമൺ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം. നേരെ താഴെ സ്റ്റോറേജ് സ്പേസ്, ഇവിടെയും ഒരു സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നേരെ അകത്ത് കയറി നോക്കാം അവിടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതെന്ന്. സോ ഇൻറ്റീരിയർ വന്ന സമയത്ത് ഫുള്ളി ഒരു ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. ഡാഷ്ബോർഡ് വന്നുള്ളത്. റൂഫ് ഒരു ബീച്ച് കളർ, ശരിക്കും ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നേരെ സ്റ്റിയറിംഗ് വീല് മഹീന്ദ്രയുടെ ഐഡൻറ്റിറ്റി തരുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീല് കൊടുത്തുള്ളത്. മഹീന്ദ്രയുടെ ഒരുപാട് വെഹിക്കിളിൽ നമ്മളൊരു സ്റ്റിയറിംഗ് വീൽ കണ്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ ഒരു പൊസിഷൻ കൊടുത്തുള്ളത്. ക്രൂയിസ് കൺട്രോൾ, ക്ലസ്റ്റർ കൺട്രോൾ ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നുള്ളത്. സോ ഇതിന് അഡാസ് ഫീച്ചേഴ്സ് വരുന്നില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നില്ല. ഇവിടെ ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വന്നത്. ഇനി 3 ചേഞ്ചസ് ഒഴിവാക്കി, കാരണം അത്യാവശ്യം നല്ല എമൗണ്ടും നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അറൗണ്ട് ഒരു 2 lakhിൻ്റെ അടുത്താണ് നമുക്ക് ഡിഫറൻസ് വന്നുള്ളത് ഈ 2 വേരിയൻറ്റിലും. സോ ക്ലസ്റ്റർ യൂണിറ്റ് ഫുള്ളി ഡിജിറ്റലിൻ്റെ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തുള്ളത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം ഇൻഫർമേഷനും നമുക്കറിയാൻ സാധിക്കും. സോ ഗിയർ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റേഴ്സ്, RPM ഗേജും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. AC വെൻറ്റുകൾ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോള്, ഇൻഫോടൈം സിസ്റ്റം, ഒരുപാടധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു മഹീന്ദ്ര താർ റോക്സിന് വന്നുള്ളത്. നമുക്കൊരു ആപ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ വിഷ്വൽ കണ്ടുവെക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു ക്യാമറ യൂണിറ്റ് കൊടുത്തുള്ളത്. ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരുപാടധികം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു ക്യാമറ കാണുന്ന സമയത്ത്. ഒരു വൈഡ് വിഷ്വലാണ് ബാക്കിലത്തെ വന്നിട്ടുള്ളത്. ഞാൻ ക്ലോസ് ചെയ്തേക്കാം. നേരെ താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ ഒരു താർ റോക്സിന് വന്നുള്ളത്. നേരെ താഴെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗ് ഓഫ് ആയുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഡ്രൈ മോഡ്, സിപ്പ്, സൂം എന്ന 2 ഡ്രൈ മോഡും സ്നോ, മഡ്, സാൻഡ് എന്ന 3 ടെറൈൻ മോഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഡെമ്മി സ്വിച്ചും വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. താഴെ വയർലെസ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു USB പോർട്ടും ഒരു C പോർട്ട് ചാർജിങ് സോക്കറ്റും നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു എഡിഷൻ 2 വീൽ ഡ്രൈവിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. സോ 2 വീൽ ഡ്രൈവിന് ഇല്ലാത്ത കാരണം നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. 4 വീൽ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗിയർ ഓപ്ഷൻ വരുന്നതാണ്. നമ്മൾ കണ്ടുകൊടുക്കുന്ന ഒരു 6 speed AT ഗിയർ ബോക്സ് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ്, മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറേഴ്സ്, മിറർ വിത്ത് ലാമ്പ്, പാസഞ്ചറിലും മിറർ വിത്ത് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ്, ഒരു പാനോറമിക് സൺറൂഫാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൺറൂഫാണ്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ സൺറൂഫാണ് ഈ ഒരു താർ റോക്സിന് വന്നുള്ളത്. കണ്ടോ, അത്യാവശ്യം വലിയൊരു സൺറൂഫ്. നമുക്ക് ഓപ്പൺ ആക്കാനും പറ്റും. കണ്ടോ, അത്യാവശ്യം വലിയ വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല വലിയൊരു സൺറൂഫാണ് വന്നിട്ടുള്ളത്. ശരിക്കും സൺറൂഫുള്ള കാരണം നമുക്ക് ചിൽ മോഡിൽ ഒരു ട്രിപ്പോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സൺറൂഫ്. ശരിക്കും നമ്മൾ ഇന്ത്യൻ റോഡിൽ അത്ര നല്ലൊരു പെർഫോമൻസിലെ സൺറൂഫ് തരില്ല. എന്നാലും നമുക്കൊരു ചിൽ മോഡിനൊക്കെ യാത്ര ചെയ്യാൻ ഒരു സൺറൂഫ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഗ്ലൗ ബോക്സ് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. ഗ്രാബ് ഹാൻഡിൽ മഹീന്ദ്ര ലിമിറ്റഡ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇന്ത്യക്കാർക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു വെഹിക്കിൾ, മെയ്ഡ് ഇന്ത്യ വിത്ത് പ്രൈഡ്. വാവ്, പ്രൗഡ് മൊമെൻ്റ് ആണ്. ഏതൊരു ഇന്ത്യക്കാർക്കും അത് കാണുന്ന സമയത്ത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് വരുന്നത് ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത്. പ്ലസ് പോയിന്റ്. സോ നമുക്ക് നേരെ സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ ഇനി സെക്കൻഡ് റോട്ട് പോവുകയാണെങ്കിൽ ഒരു ഡോർ ഹാൻഡിൽ ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. ഡോർ പാഡ് ഒരു ഡോൾട്ടൺ കളറിലാണ് ഒരു ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റിച്ചിങ് കാണുന്ന സമയത്ത് ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യും. പവർ സ്വിച്ചസ്, ഡോർ ലോക്ക് അൺലോക്കും കാണാൻ സാധിക്കും. ഒരു കയറാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫുഡ് സ്റ്റെപ്പ് ഇട്ട് ഗ്രാഫ് ഹാൻഡിൽ വിട്ടിട്ട് വേണം കയറാൻ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂമായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഭയങ്കര ഒരു കമാൻഡിങ് പൊസിഷൻ ഇരിക്കുന്ന ഫീലാണ് ശരിക്കും ഈ ഒരു താർ റോക്സിൽ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്.
ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിയർ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും, ഒരു സീപോർട്ട് ചാർജിങ് സോക്കറ്റും മൊബൈൽ വെക്കുന്ന ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് വന്നുള്ളത്, 2 കപ്പ് ഹോൾഡേഴ്സും വന്നിട്ടുണ്ട്. നോർമലി നമ്മൾ താർ റോക്സിൽ കണ്ടിരുന്ന സെയിം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൈൽഡിൽ സീറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കൊരു റിയറിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ താർ റോക്സിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 2 ടൈപ്സ് എഞ്ചിനാണ് താർ റോക്സിന് വന്നുള്ളത്. 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും 2.2 ലിറ്റർ ഡീസൽ ടർബോ എഞ്ചിനും ഈ ഒരു താർ റോക്സ് അവൈലബിൾ ആണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 2.2 ലിറ്റർ ഡീസൽ ടർബോ എഞ്ചിനാണ്. 155 bhp പവറും 400 Nm ടോർക്കും ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണത്. ഒരു സ്റ്റാർ എഡീഷനിൽ നമുക്ക് 2 വീൽ ഡ്രൈവിൽ മാത്രം ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾ 4 വീൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ X7 ലക്ഷറി വേരിയൻറ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് മഹീന്ദ്ര താർ റോക്സ് സ്റ്റാർ എഡീഷൻ വരുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ശരിക്കും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഒരു സ്റ്റാർ എഡീഷനാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. നിങ്ങൾ താർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, മറക്കാണ്ട് കോൺടാക്ട് ചെയ്യുക. റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ മോർ ഡീറ്റെയിൽസ് താർ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ സീ യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം.